മക്കളെ, അപ്പം മിസ്സിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ SSLC മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ബയോളജി മോഡൽ എക്സാം കുറച്ച് നല്ല ഈസി ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒഴികെ, അതായത് ഒരു 3 ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള, ആൻഡ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഇതെല്ലാം നമ്മൾ ലൈവിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഒറ്റ ദിവസത്തെ ഒരു ലൈവ് മാത്രമേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഒറ്റ ദിവസത്തെ ലൈവിൽ തന്നെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നെനിക്കറിയാം. ലൈവ് കണ്ട കുട്ടികൾക്ക് അറിയാം നമ്മൾ ലൈവിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. ആ ഒരു കാര്യത്തിനോട് എൻ്റെ മക്കൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായി ആ ഒരു ക്വസ്റ്റ്യൻ മിസ്സിന് കണ്ടപ്പോൾ. അപ്പോൾ എൻ്റെ മക്കൾക്കും ആ ഒരു സന്തോഷം നിങ്ങളുടെ എന്താ പറയുക എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് മിസ് കരുതുന്നു. ഓക്കെ, അപ്പം മെജോറിറ്റി ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത അതേ പാറ്റേണിൽ അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതുവരെ ചോദിക്കാത്ത, ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതായത് നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പാറ്റേൺ ആയിരുന്നു, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യനും ആയിരുന്നു. ഓക്കെ, പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിക്കാത്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പം മലയാളം മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ഉണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. ആൻഡ് ഈ എക്സാം നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം നിങ്ങളുടെ പബ്ലിക് എക്സാമിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനൽസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ചാനൽസിൽ വരുന്ന ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് എൻ്റെ മക്കൾ ഉറപ്പ് വരുത്താം. ഓക്കെ, പിന്നെ ഈ പഠിച്ച ചിലപ്പോൾ ചില മക്കളെങ്കിലും ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പഠിച്ചത്. ഈ ലാസ്റ്റ് മിനിറ്റ് പഠിത്തവും കൊണ്ട് എൻ്റെ മക്കൾ ദയവ് ചെയ്ത് +1 പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിസ് പറയാം നിങ്ങൾ കഷ്ടപ്പെടും. കാരണം ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ അടിപൊളിയായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഫസ്റ്റ് മുതൽ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ +1 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളാണ്. ലൈവിലൂടെ ആയിരിക്കും നിങ്ങൾ നമ്മുടെ ബാച്ചിൽ പഠിക്കുക. ഇനി റെക്കോർഡഡ് ക്ലാസ് വേണ്ടവർക്ക് അതുകൊണ്ട് അതിൻ്റെ നോട്ട്സും, പിന്നെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് നമ്മുടെ എക്സാമിനറുടെ ബുക്സിറ്റ് ഫ്രീ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് മിനിറ്റ് പഠിത്തമൊക്കെ ഒഴിവാക്കിയിട്ട് വേഗം തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഇനി കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജ്വാല ബാച്ചുണ്ട്. നീറ്റ് പോലത്തെ എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് JEE എക്സാമിനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ യോധ ബാച്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ അഗ്നി അതേപോലെ തന്നെ ജ്വാല സയൻസ് ആൻഡ് കൊമേഴ്സ് ബാച്ചിൻ്റെ ഫീ വരുന്നത് 5999 ആണ്. നിങ്ങൾക്ക് എക്സ്ട്രാ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്ലാസ്സും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 8999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ എക്സാമിനറിൽ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നല്ലപോലെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും ലേറ്റ് ആക്കുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ടോ, ഈ നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്, വിളിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളുടെ ആൻസർ കീയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ടഫ്, അത് നിങ്ങൾക്ക് വിടാം അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്, വിച്ച് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ആർ പ്രസൻറ്റ് ഇൻ എ പേഴ്സൺ വിത്ത് A ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ ബ്ലഡിൽ ആ ഒരു പേര് വരാൻ കാരണം ആൻറ്റിജൻ ആണ്. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം ആൻറ്റിജൻ A ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആൻറ്റിജൻ B എന്ന് പറഞ്ഞത് തെറ്റാണ്, നോ ആൻറ്റിജൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. 2 സ്ഥലത്ത് എന്താണ്, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആൻറ്റിജൻ ഒന്നും തന്നെ തന്നിട്ടില്ല. ഇവിടെ വെറും ഒന്നും തന്നിട്ടില്ല, വെറും ആൻറ്റിജൻ എന്ന് മാത്രമേ തന്നുള്ളൂ. B ആൻറ്റിജൻ എന്നുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ എൻ്റെ മക്കൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേണ്ടി മനസ്സിലാകും, ആൻറ്റിജൻ Aയും ആൻറ്റിബോഡി Bയും. ആൻറ്റിജൻ A ആണ്, A ആൻറ്റിജൻ, അതേപോലെ തന്നെ B ആൻറ്റിബോഡി. ഓക്കെ, ഇവിടെ മിസ്സായി പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. സോ ഒന്ന് വായിച്ചു നോക്കട്ടെ. യെസ്, ഇവിടെ ആൻറ്റിജൻ്റെ പേര് തന്നിട്ടില്ല, B എന്ന് മാത്രമേ ഓപ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ആൻഡ് ഇവിടെ A ആൻറ്റിജൻ A ആൻറ്റിബോഡി ഒരിക്കലും വരില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കറക്റ്റ് ആവാൻ ചാൻസ് ഏതാണ്, A ആൻറ്റിജനും B ആൻറ്റിബോഡിയും. പക്ഷേ മലയാളം മീഡിയത്തിൻ്റെ ആൻസറിൽ കറക്റ്റ് ഉണ്ട്, A ആൻറ്റിജനും B ആൻറ്റിബോഡിയും. അതാണ് നമ്മളിൽ എന്ത് വരുന്നത്, കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഏതാണോ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആൻറ്റിജൻ ആയിരിക്കും, ഓപ്പോസിറ്റ് ആൻറ്റിബോഡി ആയിരിക്കും. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് A ആൻറ്റിജൻ, ഓപ്പോസിറ്റ് ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ B ആൻറ്റിബോഡി. ഇനി ഹൗ ഡസ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ A എഫക്ട് ദ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ സെൽ.
അപ്പോൾ ഈ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും ഇത് ഏതാണ്, ഇത് റോഡ് സെല്ലല്ല ആണ് അല്ലെങ്കിൽ റോഡ് കോശമാണ്. അപ്പോൾ ഈ റോഡ് സെല്ലല്ലേ റോഡ് കോശത്തിലുള്ള ആ ഒരു പിഗ്മെൻ്റ് ആണ് റോഡോപ്സിൻ അല്ലേ. അപ്പോൾ ഈ റോഡോപ്സിൻ്റെ പുനർനിർമ്മാണത്തിൽ അല്ലെങ്കിൽ റോഡോപ്സിൻ്റെ നിർമ്മാണത്തിന് നമുക്ക് ആര് വേണം, നമുക്ക് റെറ്റിനാൽ വേണം. അപ്പോൾ ഈ റെറ്റിനാൽ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, വൈറ്റമിൻ എയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, നമ്മൾ റെറ്റിനാൽ ഉണ്ടാവുന്നത്. അപ്പോൾ വൈറ്റമിൻ എ ഇല്ലെങ്കിൽ റെറ്റിനാൽ ഉണ്ടാവില്ല, റെറ്റിനാൽ ഇല്ലെങ്കിൽ നമുക്ക് റോഡോപ്സിൻ ഉണ്ടാവില്ല, റോഡോപ്സിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കിട്ടില്ല. സോ ഈ ഒരു കോശത്തിൻ്റെ പ്രവർത്തനത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെറ്റിനാൽ എന്താണ്, റോഡോപ്സിൻ നിർമ്മിക്കാൻ അത്യാവശ്യമാണ്. റോഡോപ്സിൻ ആണ് നമ്മളുടെ റോഡ് കോശത്തിലെ ആ ഒരു വർണ്ണ വസ്തു അല്ലെങ്കിൽ കളർ പിഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്. അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രം തിരുത്തുക. സോ ദ കെമിക്കൽ എവല്യൂഷൻ തിയറി ആർഗ്യൂസ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡൻ്റലി റീച്ച് ദ എർത്ത്. ഭൂമിയിലെ വേറെ ഏതോ ഒരു ഗ്രഹത്തിലാണ് ജീവൻ ഉണ്ടായത്, അതെങ്ങനെയോ ഇവിടെ എത്തിയതാണ് എന്ന് പറയുന്ന തിയറിയാണ് രാസപരിണാമ സിദ്ധാന്തം. ശരിയാണോ? അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ശരിയല്ല ആ സിദ്ധാന്തം. അപ്പോൾ അടിവരയിട്ട ഭാഗത്ത് തിരുത്തിയാൽ അത് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് ആണ്. പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പാൻസ്പെർമിയ പരികൽപ്പന. അടുത്ത നോക്കിക്കേ, ഓർഗൻസ് ദാറ്റ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് പെർഫോം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. ഒരേ ഘടനയുള്ളതും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് ഹോമോലോഗസ് ഓർഗൻ അല്ലെങ്കിൽ അനുരൂപ അവയവങ്ങൾ. ശരിയാണ്. ചിമ്പാൻസിയാണ് നമ്മളുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ്, അതും ശരിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആകെ തെറ്റ് തിരുത്താനുള്ളത് ഇവിടെ മാത്രമാണ്, അവിടെ മാത്രം തിരുത്തിയാൽ 1 മാർക്ക് കിട്ടും. ഇനി അടുത്തത് ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഇൻ ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഇതാണ് മിസ് പറഞ്ഞത് ഒരു നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണെന്ന്. ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യമാണ്, പക്ഷേ ഇത് എന്ത് മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നീറ്റ് എക്സാം മോഡൽ. അതായത് നിങ്ങൾ ഇനി +1 എത്തുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നീറ്റ് പോലത്തെ ഒരു എക്സാം എഴുതും. ആ ഒരു എക്സാമിന് ചോദിക്കുന്ന പാറ്റേൺ ആണ് ഈ ക്വസ്റ്റ്യൻ. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ബോക്സിലുള്ള സാധനത്തിനെ ഇവിടെയുമായിട്ട് മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് സിമ്പിളായിട്ട് നോക്കാം. മിസ് പറഞ്ഞുതരാം. ജീൻ തെറാപ്പി തന്നിട്ടുണ്ട്, ജീൻ മാപ്പിംഗ് തന്നിട്ടുണ്ട്, ജീൻ പ്രൊഫൈലിംഗ് ഉണ്ട്, ജീനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ മിസ് ആദ്യത്തെ സെൻറ്റൻസ് വായിക്കേണ്ടത് ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്. DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാം അത് DNA പ്രൊഫൈലിംഗ് ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് 3 കിട്ടണം. അപ്പോൾ ഇവിടെ A3 വരുന്നത് ഏതാ? ഇത് A1 ആണ്, ഇത് A4 ആണ്, ഇത് A2 ആണ്. A3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതേതാണ്? ഓപ്ഷൻ D ആണ്. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം, എന്താണ് ബാക്കിയും കൂടെ പറയണമെന്ന് നോക്കാം. B ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 2 ആണ്. B2 എന്ന് പറയുമ്പോൾ ദ ടെക്നോളജി ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ലൊക്കേഷൻ. DNA-യിൽ ജീനിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നത് ഏതാണ്? ജീൻ മാപ്പിംഗ്. അപ്പോൾ B എന്തായി? 2 ആയി. അത് കറക്റ്റാണ്. ഇനി അടുത്ത് നോക്കിക്കേ, C4 ആണ് തന്നിരിക്കുന്നത്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദ ടെക്നോളജി ഓഫ് കൺട്രോളിംഗ് ട്രേറ്റ്. അല്ല, ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ നമ്മൾ മാറ്റം വരുത്തുന്നതാണ് ജനിതക എഞ്ചിനീയറിംഗ്. അപ്പോൾ C നമുക്ക് 4 ശരിയാണ്. ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ആൻസറിൽ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഏതാണ് ആൻസർ? ഇത് നമ്മുടെ ലാസ്റ്റത്തത് A വരുന്നത് 3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് ഇതാണ്, ഇത് A2 ആണ്, ഇത് A4 ആണ്, തെറ്റാണ്. ഓക്കെ, പക്ഷേ ഇതൊരു നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നോക്കിക്കേ, ദ നോർമൽ ലെവൽ ഓഫ് എ കോമ്പണൻറ്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ് ഇസ് ഗിവൻ, അനലൈസ് ഇറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കോമ്പണൻറ്റ്. അപ്പോൾ ഏതോ ഒരു സാധനത്തിൻ്റെ രക്തത്തിലുള്ള ഏതൊരു സാധനത്തിൻ്റെ ലെവൽ തന്നിട്ടുണ്ട്. 70 to 110 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ട്രേറ്റ് ഗുണങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ജെനറ്റിക് കോമ്പസിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൗണ്ട് സീഡഡ് പ്ലാന്റ് ആണെങ്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ ആറും റൗണ്ടാണ്. ഇനി ക്യാപിറ്റൽ ആറും സ്മോൾ ആറ് വന്നാലും റൗണ്ടാണ്. ഇനി റിങ്കിൾഡ് സീഡ് അല്ലെങ്കിൽ ചുളുങ്ങിയ വിത്ത് വന്നാലോ സ്മോൾ ആർ മാത്രമേ വരുള്ളൂ. സിമ്പിൾ, 1 മാർക്ക്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എത്ര ചോദ്യങ്ങളുണ്ട്. 6 മുതൽ ആൻസർ എനി 6 ക്വസ്റ്റ്യൻ ഫ്രം 7 to 13. 7 to 13 എന്ന് പറയുമ്പോൾ നമുക്ക് 7, 8, 9, 10, 11, 12, 13 7 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇനി നോക്കുക, അനലൈസ് ദ ഗിവൺ സിംറ്റംസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസീസ്. രോഗം ഏതാണെന്ന് തിരിച്ചറിയുക, അതിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡ്, അതായത് നമുക്ക് ആ രോഗം പ്രതിരോധിക്കാൻ എന്ത് ചെയ്യും എന്നും കൂടെ നമ്മൾ പറയണം. അപ്പോൾ സെൽസ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് ആർ ഡെസ്ട്രോയിഡ് ബൈ ദ ടോക്സിൻ പ്രൊഡ്യൂസ് an ash colored thick coating in the throat. നമ്മുടെ തൊണ്ടയിൽ എന്താണ്? കട്ടിയുള്ള ഒരു ചാര നിറത്തിലുള്ള ആവരണം ഉണ്ടാവുന്നു. അത് ഏതാണ് അസുഖം?
ആരോ ഉണ്ടാക്കുന്ന ടോക്സിനാണ് പ്രശ്നം അല്ലേ. അപ്പോൾ ആ അസുഖമാണ് നമ്മുടെ ഡിഫ്തീരിയ. ഡിഫ്തീരിയ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഡിഫ്തീരിയയ്ക്കൊക്കെയുള്ള വാക്സിൻ ഉണ്ട്. പിന്നെ നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഭാഗത്തിന് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ മെയിനായിട്ട് നമ്മൾ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഒബ്സ്ട്രക്ട് ദ ഫ്ലോ ഓഫ് ലിംഫ് ആൻഡ് കോസ് സ്വെല്ലിംഗ് ഇൻ ദ ലിംഫ് ഡക്ട്. ലിംഫിൻ്റെ പ്രവാഹം ഒഴുക്കിൽ തടസ്സപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ലിംഫ് ഡക്ട് ഇങ്ങനെ സ്വെല്ല് ചെയ്യാണ്, അല്ലെങ്കിൽ ലിംഫ് ഡക്ട് ഇങ്ങനെ വീങ്ങുകയാണ് അല്ലേ. അത് ഏതാണ് അസുഖം? നമ്മളുടെ മന്ദരോഗം അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ആണ്. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം നമ്മുടെ ഫൈലേറിയാസിസ് പരത്തുന്നത് ആരാ? കൊതുകാണ്. അപ്പോൾ കൊതുക് നിർമ്മാർജ്ജനം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഡേ കീപ്പ് ചെയ്യാം. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് കൊതുക് മുട്ടയിടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. സോ അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ. അതേപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക, ഡ്രൈ ഡേ കീപ്പ് ചെയ്യാം. ഡിഫ്തീരിയാണ് രോഗം. നമ്മൾ എന്താണ് പ്രതിരോധ മാർഗ്ഗം? നമ്മൾ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അതൊരു ഈസി ക്വസ്റ്റൻ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ പോയി എന്ന് മിസ് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു വാക്സിൻ. നമ്മളോടൊരു പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. മേക്ക് എ സ്യൂട്ടബിൾ പെയർ യൂസിങ് ദ ടേംസ് ഗിവൻ ബിലോ. നമ്മളോട് ഒരു പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസീസും വാക്സിനും. അപ്പോൾ നമുക്കിവിടെ തന്നെ ആരെ കിട്ടും? പോളിയോ ആണ് നമ്മളുടെ ഏത്? പോളിയോ ഇല്ല. പിന്നെ നമ്മളിത് അഴക്കാം BCG ആണ് നമ്മളുടെ ട്യൂബർക്കുലോസിസ് അല്ലേ. ക്ഷയരോഗം ഉണ്ടാക്കുന്ന ആളാണ് നമ്മളുടെ BCG, ക്ഷയം. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? MMR പറയാം. MMRൽ ആക്ച്വലി മീസിൽസ്, മംസ്, റുബെല്ല 3 ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളിത് മംസിന് എടുക്കുന്നതും ഏതാണ്? വേറെ കളർ കൊടുക്കാം. മംസിന് എടുക്കുന്നതും നമ്മൾ MMR ആണ് കേട്ടോ. അതും വേണമെങ്കിൽ പറയാം. റെഡി? ഇനി അടുത്തത്, ഹൗ ഡു വാക്സിൻസ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ വാക്സിനുകൾ എങ്ങനെയാണ് പ്രതിരോധശേഷി നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാക്സിൻ്റെ അകത്തുള്ള ഘടകങ്ങൾ ഡെഡ്, ന്യൂട്രലൈസ്ഡ്, അലൈവ് പാത്തോജൻ അല്ലേ, ഒന്നെങ്കിലും മൃതമാക്കപ്പെട്ടതോ അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ടതോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ളതോ ആയിട്ടുള്ള രോഗാണുക്കൾ, അവരുടെ ശരീരഭാഗങ്ങൾ, അവരുടെ വിഷവസ്തുക്കൾ, അത് വാക്സിൻ്റെ അകത്തുണ്ട്. ഈ ഘടകങ്ങൾ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിജനുകളായിട്ട് പ്രവർത്തിക്കും. ഈ ആൻറ്റിജനുകൾ എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ശരീരം ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. സോ കോമ്പണൻസ് ഇൻ വാക്സിൻ ആക്ട് ആസ് ആൻറ്റിജൻ വിച്ച് സ്റ്റിമുലേറ്റ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. വാക്സിനിലെ ഘടകങ്ങൾ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നു. പ്രതിരോധ വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ടാൽ എന്താ? ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. അത് നമുക്ക് എന്താണ്? ഇനി ഫ്യൂച്ചറിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഉപയോഗിക്കാൻ പറ്റും. ദെൻ അടുത്ത ചോദ്യം, മൈക്രോബ്സ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹാവ് ക്ലോസ് റിസംബ്ലൻസ് ഇൻ ദിയർ സെൽ സ്ട്രക്ചർ ആൻഡ് ഫിസിയോളജി. സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് എവിഡൻസ് ഫ്രം ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി. ഇതെൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, നമ്മൾ ലൈവിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. സെയിം ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ശരീരധർമ്മശാസ്ത്രവും ജൈവരസതന്ത്രവും തരുന്ന തെളിവുകൾ 4 തെളിവുകളാണ്. ഒന്ന്, നമ്മളുടെ ശരീരത്തിലായാലും ബാക്ടീരിയയുടെ ശരീരത്തിലായാലും എല്ലാ റിയാക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് എൻസൈമുകളാണ്, രാസാഗ്നികളാണ്. 2, നമ്മൾ 2 പേരും ATPയുടെ രൂപത്തിലാണ് ഊർജ്ജം സ്റ്റോർ ചെയ്യുന്നത്, സംഭരിക്കുന്നത്. 3, നമ്മളുടെ എല്ലാവരുടെയും സ്വഭാവം നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. 4, നമ്മളുടെ എല്ലാവരുടെയും അടിസ്ഥാന പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്, പ്രോട്ടീനാണ്, അമിനോ ആസിഡ്സ് ആണ്, പിന്നെ ഫാറ്റ്, കൊഴുപ്പാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മിസ് തൽക്കാലം 3 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ATP, പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് എൻസൈംസ് ആണ്, ജീൻസ് ആണ് സ്വഭാവം നിയന്ത്രിക്കുന്നത്. ഊർജ്ജം സംഭരിക്കുന്നത് ATPയുടെ രൂപത്തിൽ, രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് രാസാഗ്നികൾ, സ്വഭാവം നിർണ്ണയിക്കുന്നത് ജീനുകൾ. ഇനി അടുത്തത്, ഡ്രോ എ DNA ന്യൂക്ലിയോടൈഡ് യൂസിങ് അപ്രോപ്രിയേറ്റ് എലമെൻറ്റ്സ് ഫ്രം ദോസ് ഗിവൻ. ഇത് 2 മാർക്കിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു DNAയുടെ ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, യുറാസിൽ RNAയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് വെറുതെ 2 മാർക്ക് കിട്ടിയതാണ്. ഇതാ, ഫോസ്ഫേറ്റ്, ഷുഗർ അല്ലെ പഞ്ചസാര, ഗ്വാനിൻ അല്ലേ, യുറാസിൽ ആരിലാണ്? RNAയിലാണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റ്. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഈ റൂട്ട് ഏതാണ്? ഇത് ഡോർസൽ റൂട്ടാണ്. ഈ റൂട്ട് ഏതാണ്? നമ്മുടെ വെൻട്രൽ റൂട്ടാണ്. അപ്പോൾ X ഡോർസൽ, Y വെൻട്രൽ. ഇനി ഇതിലൂടെ പോകുന്ന ആവേഗങ്ങളുടെ വ്യത്യാസം, എക്സിലൂടെ സെൻസറി ഇമ്പൾസസ് അല്ലെങ്കിൽ സംവേദ ആവേഗങ്ങളാണ് പോകുന്നത്. വൈയിലൂടെ പോകുന്നത് ഏതാണ്? മോട്ടോർ ഇമ്പൾസസ് അല്ലെങ്കിൽ പ്രേരക ആവേഗങ്ങളാണ്.
അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ ടു ഇൻക്ലൂഡ് എ പ്രസൻറ്റേഷൻ ഫോർ എ ക്യാൻസർ അവെയർനെസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാൻസർ അവെയർനെസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്യാൻസറിനുള്ള കാരണം എന്ത്, മെയിൻ കാരണം എന്താണ് ക്യാൻസറിൻ്റെ, നമ്മളെ കോശങ്ങളുടെ വിഭജനത്തിന് മുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് അല്ലേ, ലോസ് ഓഫ് കൺട്രോൾ ഓവർ സെൽ ഡിവിഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് വേറെ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അതെന്താകാം, ചിലപ്പോൾ സ്മോക്കിംഗ് ആവാം, ചിലപ്പോൾ ചില വൈറസ് ആവാം, ചിലപ്പോൾ റേഡിയേഷൻ വികിരണങ്ങളാവാം, ചിലപ്പോൾ എന്താകാം ഹെറിഡിറ്റി ആകാം, ചിലപ്പോൾ എന്താകാം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്താണ് നമ്മളുടെ കോശ വിഭജനത്തിന് മുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഇത് നേരത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ രോഗബാധ നേരത്തെ തിരിച്ചറിയുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? വളരെ നല്ലതാണ്. ഏർലി സ്റ്റേജസിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രെഡിങ് കുറയ്ക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാൻസർ സെൽസ് എന്താണ് ബ്ലഡിലൂടെയും ലിംഫിലൂടെയും അല്ലേ, ഏർലി ഡിറ്റക്ഷൻ ക്യാൻ പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ് ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്. അതായത് ക്യാൻസർ സെൽസ് എന്ത് ചെയ്യും, ആ ബ്ലഡിലൂടെയും നമ്മുടെ രക്തത്തിലൂടെയും ലിംഫിലൂടെയോ മറ്റ് കോശങ്ങളിലെത്തി അവിടെയും ക്യാൻസറസ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് സ്പ്രെഡിങ് ഒഴിവാക്കാം. രക്തത്തിലൂടെയും ലിംഫിലൂടെയും ക്യാൻസർ കോശങ്ങൾ മറ്റു കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. അതാണ് ഏർലി ഡിറ്റക്ഷൻ്റെ ഗുണം. ഇത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യനിൽ ഒന്നുപോലും എൻ്റെ മക്കളെ ബുദ്ധിമുട്ടിക്കാൻ യാതൊരു വഴിയില്ല. ഇനി അടുത്തത്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് കാര്യം അറിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ എഴുതി ഉണ്ടാക്കാൻ ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം 6 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. നോക്കിക്കേ, ഹൗ ഡു ദ ഡിഫറെൻറ്റ് ചാർജസ് ഓൺ ഐദർ സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ഇൻ ദ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്തും ഉള്ളിലുമായിട്ടുള്ള ഈ ചാർജ് ഡിഫറൻസ്, ഈ ചാർജ് വിന്യാസം എങ്ങനെയാണ് ആവേഗങ്ങൾ രൂപപ്പെടാനും അതിങ്ങനെ സംപ്രേഷണം ചെയ്യാനും പ്രേഷണത്തിനും കാരണമാവുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്, ഇങ്ങനെ നിൽക്കുകയാണ്, പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും. ഈ സ്ഥലത്തേക്ക് പെട്ടെന്നൊരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം വരുമ്പോൾ ആ ഉദ്ദീപനം വന്ന ഭാഗത്തൊരു ചാർജ് വ്യതിയാനത്തിന് ഡിഫറൻസ് ഉണ്ടാവും. ഉള്ളിൽ പോസിറ്റീവും പുറമേ നെഗറ്റീവും ആകും. ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു വ്യത്യാസം തൊട്ടടുത്ത ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും ടു ഹാവ് ദ സെയിം ചേഞ്ച്. അത് തൊട്ടടുത്ത ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും, അത് തൊട്ടടുത്ത ഭാഗത്ത് അങ്ങനെ 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 പോകും. അപ്പോൾ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്, വെൻ സ്റ്റിമുലസ് എറൈവ് അല്ലേ, സഡൻ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് അല്ലേ. ഒരു ഉദ്ദീപനം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, പെട്ടെന്ന് ഉദ്ദീപനം വരുന്ന സമയത്ത് പെട്ടെന്ന് എന്തുണ്ടാവും, ഇത് കാണുന്നില്ല അല്ലേ, കുറച്ച് താഴ്ത്തി തരാവേ. റെഡി അല്ലേ? ഓക്കെ, ഇപ്പം കാണുന്നുണ്ടോ? ഒറ്റ മിനിറ്റ് മക്കളെ. ഓക്കെ, റെഡി. ഇനി വെൻ എ സ്റ്റിമുലസ് എറൈവ് അല്ലേ, ഒരു ഉദ്ദീപനം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഉദ്ദീപനം വരുന്ന സമയത്ത് ആ ഉദ്ദീപനം വന്ന ഭാഗത്ത് ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവും അല്ലേ. ലൈവ് ആണെന്ന് കരുതിയിട്ട് കാണുന്നുണ്ടോ മക്കളെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെട്ടെന്ന് എന്തുണ്ടാവും, ഒരു സഡൻ ചേഞ്ച് ഉണ്ടാകും. ആ സഡൻ ചേഞ്ചിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുക. ചാർജ് വിന്യാസത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം. ഓക്കെ, ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ അത് ആ ഭാഗത്ത് ചാർജ് വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണമാകും. ഈ മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് പെട്ടെന്നുണ്ടായതാണല്ലേ. ഈ നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്ത് അതേ മാറ്റം ഉണ്ടാവാൻ കാരണമാകും. ദിസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് റീജിയൻ ടു ഹാവ് ദ സെയിം ചേഞ്ച് ദെയർ ടു. അവിടെയും ഒരു ചേഞ്ച് ഉണ്ടാവാൻ കാരണം അങ്ങനെ അങ്ങനെ പോയി എന്ത് ചെയ്യും, ഈ ഒരു ആവേഗങ്ങൾ ട്രാൻസ്ഫർ ആകും. ഇനി ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം 14 to 20. 14 to 20 എന്ന് പറയുമ്പോൾ നമുക്ക് 6 ചോദ്യങ്ങളുണ്ട്, അതിൽ 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ചോദ്യം നേരത്തെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി പറയുന്നതിൽ 6 ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ 5 എണ്ണം എഴുതിയാൽ മതി. അതായത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? യെസ്. ഇനി അൽഷൈമേഴ്സ് ഏതാണ്, അക്യുമുലേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്നു. പാർക്കിൻസൺസ് ഏതാണ്, നമ്മുടെ ഗാംഗ്ലിയോൺ നശിക്കുന്നത് കാരണം ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീര തുലനനില നഷ്ടപ്പെടുന്നതാണ്. എപ്പിലെപ്സി എന്താണ്, തുടർച്ചയായും ക്രമരഹിതവുമായിട്ടുള്ള വൈദ്യുത ചാർജുകളുടെ പ്രവാഹം. അപ്പോൾ ഫ്രോത്തി ഡിസ്ചാർജ്, വായിൽ നിന്ന് നൊരയും പതയും വരികയാണ്. നോക്കിക്കേ, നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. കിട്ടിയോ? റെഡി ആണോ എല്ലാവർക്കും? അയ്യോ, നേരത്തെ കറക്റ്റായിരുന്നല്ലേ. ഓക്കെ,
റെഡി അല്ലേ? ഇനി ഇതാ നമ്മൾ അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ബേസ്ഡ് ഓൺ ഗിവൻ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഓവർ പ്രൊഡക്ഷൻ, നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഈ ഒരു ഒറ്റ ഡയഗ്രം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഈ ഒരു ഒറ്റ ഡയഗ്രത്തിൽ എന്താ പറയുന്നത്? വെൻ നമ്മളുടെ എന്താണ് റിസോഴ്സസ് ആർ അവൈലബിൾ ഇൻ പ്ലെൻറ്റി അല്ലേ? റിസോഴ്സസ് അവൈലബിൾ ആകുമ്പോൾ എന്താണ് ഓർഗാനിസം റീപ്രൊഡ്യൂസ്, ഓവർ റീപ്രൊഡക്ഷൻ ഉണ്ടാകും. ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അമിതോൽപാദനം ലീഡ്സ് ടു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ദർ ഒക്കർ എ സ്ട്രഗിൾ ഫോർ ഫുഡ്, മേറ്റ് ആൻഡ് ഹാബിറ്റാറ്റ്. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയണത്? വെൻ പ്ലെൻറ്റി ഓഫ് റിസോഴ്സസ് അവൈലബിൾ ആകുമ്പോൾ ദർ ഒക്കേഴ്സ് ഓവർ പ്രൊഡക്ഷൻ അല്ലെ അമിതോൽപാദനം ഉണ്ടാകുന്നു. ഇതെന്തിന് കാരണമാകും? ഒരു സ്ട്രഗിളിന് കാരണമാകും. സ്ട്രഗിൾ എന്ന് പറയുമ്പം ഫുഡിന്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, വാസസ്ഥലത്തിന് വേണ്ടിയിട്ട്, ഇണയ്ക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാവും. അപ്പോൾ ദോസ് വിത്ത് അൺഫേവറബിൾ വേരിയേഷൻ, അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്തവ നശിച്ചു പോകുന്നു. ദോസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ നിലനിൽക്കുന്നു. ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ഒക്കെ. അപ്പോൾ അവർ നിലനിൽക്കും. അവരെന്ത് ചെയ്യും? ദേ റീപ്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്ഫർ ദെയർ ജീൻ ടു നെക്സ്റ്റ് ജനറേഷൻ. അപ്പം നിലനിന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം വഴി നമ്മുടെ നേച്ചർ പ്രകൃതി സെലക്ട് ചെയ്ത ആൾക്കാരെ നിലനിൽക്കുന്നു. അവർ അടുത്ത തലമുറയിലേക്ക് അവരുടെ അനുകൂല വ്യതിയാനങ്ങൾ കൈമാറുന്നു ത്രൂ റീപ്രൊഡക്ഷൻ അല്ലേ? ഇനി എന്താണ്? എക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ ഇൻഹെറിറ്റഡ് ത്രൂ ജനറേഷൻ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ വ്യതിയാനങ്ങൾ തലമുറകളിലായിട്ട് എന്ത് ചെയ്യുന്നു? സഞ്ചയം നടക്കുന്നു. തലമുറകളിലായി കൈമാറി അവസാനം ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, പുതിയ ജീവിയുടെ ഉത്ഭവം. ഇതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഈ ഒരു ഒറ്റ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇവിടെയുള്ള 3 മാർക്സ് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിത് നിങ്ങൾക്ക് അറിയില്ലേ? വിടാം, നമുക്കൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ആക്ഷൻ ഓഫ് ജീൻ. ഇത് നമ്മൾ ഈവൻ ലൈവിൽ ചെയ്തതാണ്. ഡൗട്ടുള്ള മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് മോഡൽ എക്സാമിൻ്റെ ബയോളജി, സോഷ്യൽ സയൻസ് ലൈവ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ ഓർഡർ വൈസ് ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഓർഗനൽ മാർക്ക്ഡ് ആസ് എക്സ്? ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തത് നമ്മുടെ റൈബോസോമാണ്. അപ്പോൾ റൈബോസോമിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. ഈ പ്രക്രിയയിൽ എക്സ് എന്ന് സൂചിപ്പിച്ച കോശാംഗത്തിൽ നടക്കുന്ന പ്രവർത്തനം. എക്സ് എന്ത് ചെയ്യുന്നുണ്ട്? റൈബോസോം റീഡ് ദ മെസ്സേജ് ഇൻ RNA. RNAയിലുള്ള സന്ദേശം വായിച്ച് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. സോ റൈബോസോം റീഡ് ദ മെസ്സേജ് ഇൻ RNA ആൻഡ് ജോയിൻ ദ അമിനോ ആസിഡ് ടു ഫോം പോളിപെപ്റ്റൈഡ്. mRNAയിലെ സന്ദേശം മനസ്സിലാക്കി അതിനനുസൃതമായ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഇനി അടുത്തത് എന്താ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അതർ 2 RNAs എന്ന് പറഞ്ഞാൽ ഇവിടെ mRNA തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബാക്കിയുള്ള RNAയുടെ സ്വഭാവങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള RNAകളുടെ സവിശേഷതകൾ. ബാക്കിയുള്ളത് mRNA നമുക്കറിയാം DNA മെസ്സേജ് കോപ്പി ചെയ്ത് വരുന്ന ആളാണ്. tRNA എന്താണ് ചെയ്യുന്നത്? അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് അല്ലേ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ mRNA കൂടി എഴുതി വെക്കാം. mRNA എന്താ ചെയ്യുന്നത്? കോപ്പീസ് ദ മെസ്സേജ് ഫ്രം DNA. tRNA എന്താണ് ചെയ്യുന്നത്? അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. ആൻഡ് rRNA റൈബോസോമുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാണ്, സീൻ അസോസിയേറ്റഡ് വിത്ത് റൈബോസോം. അപ്പോൾ tRNA അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു, rRNA റൈബോസോമുമായി ബന്ധപ്പെട്ട് കാണുന്നു. ഇനി mRNA എന്താണ്? DNAയിലെ സന്ദേശം പകർത്തുന്നു. DNAയിലെ മെസ്സേജ് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്കുക. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഈ സെയിം ആൾക്കാരല്ല, പക്ഷേ ഈ മോഡൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നോക്കിയാൽ ഡയബറ്റീസ്. അപ്പോൾ ഏത് ഹോർമോണിൻ്റെ പ്രശ്നമാണ് ഈ ഒരു ഡയബറ്റീസിന് കാരണം? ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുള്ള കുറവ്, അതാണ് അവിടെ വരിക. അപ്പോൾ എന്താണ് ലക്ഷണം? ഈ ലക്ഷണങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഭയങ്കര വിശപ്പ്, ഭയങ്കര ദാഹം, ഇതൊക്കെ പറയാം. ഇനി എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ കൂടിയാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പറയും അക്രോമെഗലി എന്ന് പറയും അല്ലേ? അപ്പോഴെന്താ ഉണ്ടാവുക? നമ്മുടെ മുഖത്തെ, നമ്മുടെ താടിയിലെ, നമ്മുടെ ഫിംഗേഴ്സിലല്ലേ അസ്ഥികൾക്ക് എന്താണ്? നീളം വെക്കും. ഇൻക്രീസ് ഇൻ ബോൺ ലെങ്ത് ഓഫ് ഫേസ്, ജോ ആൻഡ് ഫിംഗർ ടിപ്സ്. മുഖത്തെയും താടിയിലെയും അസ്ഥികൾക്ക് എന്താണ്? വളർച്ചയുണ്ടാകും. ഇനി ഡ്വാഫിസം അല്ലെ വാമനത്വം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പം നമ്മുടെ വളർച്ച മുരടിക്കും, സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ദാ ലക്ഷണം ഇവിടെ എന്തെഴുതും? വളർച്ച മുരടിക്കുന്നു. റെഡി? ഇത് എഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇതെൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടിയോ? ഈ ഒരു 3 മാർക്സ് ഉറപ്പിച്ചവരാണ് എല്ലാവരും. ഓക്കെ, ഇനി അടുത്തത്
Analyze the illustration. ഈ സെയിം ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ സെയിം ഡയഗ്രാം വെച്ച് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർ ചെക്ക് ചെയ്യാം. ഓക്കെ, അത്രയും കോൺഫിഡൻസ് ഞാൻ പറയാൻ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ. ഓക്കെ, ഇവിടെ എ എന്ന് ചോദിച്ചിട്ടുള്ളത് എക്സ് എന്ന് മാർക്ക് ചെയ്തത്. നമ്മൾ ചെയ്ത ചോദ്യത്തിൽ എക്സും വൈയും ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ഏതാണ്? നമ്മുടെ ഓവൽ വിൻഡോ. അതിൻ്റെ ധർമ്മവും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ഇറ്റ്സ് ഫംഗ്ഷൻ? നമ്മുടെ മധ്യകർണത്തിലെ അല്ലെങ്കിൽ മിഡിൽ ഇയറിലെ വൈബ്രേഷൻസ് ഇന്നർ ഇയറിലേക്ക് ആന്തരകർണത്തിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി അടുത്തത്, ഹൗ ഡു ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഇൻ കോക്ലിയ ഹെൽപ്സ് ഇൻ ഹിയറിംഗ്? കോക്ലിയയിലെ ദ്രാവക ചലനങ്ങൾ എങ്ങനെയാണ് കേൾവിക്ക് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫ്ലൂയിഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് രോമകോശങ്ങളല്ലേ ഹെയർ സെൽസ് ഇളകാൻ കാരണമാകും. ഹെയർ സെൽസ് ഇളകിക്കഴിഞ്ഞാൽ ഇമ്പൾസ് ഫോം ചെയ്യും. ഈ ഇമ്പൾസസിനെ നമ്മളുടെ ഓഡിറ്ററി നെർവ് സെറീബ്രത്തിൽ എത്തിച്ചാൽ കേൾവി സംഭവിക്കും. ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് കോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഹെയർ സെൽ വിച്ച് റിസൾട്ട് ഇൻ ഇമ്പൾസ് ഫോർമേഷൻ. ഓക്കെ, കോക്ലിയയിലെ ദ്രാവകജലകൻ രോമകോശങ്ങൾ ചലിക്കാനും അത് ആവേഗങ്ങൾ രൂപപ്പെടാനും കാരണമാകും. കിട്ടിയില്ലേ എൻ്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്കേ. വീണ്ടും 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 മിസ് പറയുന്നു, യു ക്യാൻ ചെക്ക് നമ്മുടെ ലൈവ്. ഇതേതാണ്? ഹൗ ഡസ് സ്മോക്കിംഗ് അഡ്വേഴ്സ്ലി എഫക്റ്റ്? ദാ സെയിം സ്ലൈഡായിരുന്നു ഞാൻ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യന് സെയിം സ്ലൈഡാണ് മിസ് വെച്ചത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ സ്മോക്കിങ്ങിനോടൊക്കെ നോ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് സ്മോക്കിംഗ് അല്ലെ പുകവലി നമ്മുടെ ആരോഗ്യത്തിനെ ഹാനികരമായി ബാധിക്കുന്നത്? ആരൊക്കെ? നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? പക്ഷാഘാതം, അഡിക്ഷൻ, നിക്കോട്ടിനോട് വിധേയത്വം. ലങ്ങിലാണെങ്കിൽ നമുക്ക് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫൈസീമ. ഹാർട്ടിലാണെങ്കിലോ ഹൈപ്പർ ടെൻഷൻ, ഇലാസ്റ്റിസിറ്റി ഓഫ് രക്തക്കുഴലുകൾ കുറയുന്നു. പിന്നെ നമുക്ക് എന്താണ്? അഡിക്ഷൻ ഇല്ല കേട്ടോ. പിന്നെ ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി ഉണ്ടാവും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻസ് നോർമലായിട്ട് നടക്കില്ല. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അല്ല, മീൻസ് നമ്മൾ ഫ്ലോ ചാർട്ട് ഇതിൻ്റെ ഈ ഭാഗം എന്താണെന്ന് ചോദിച്ചിട്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോർണിംഗ് ബൂസ്റ്ററിലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ ചേഞ്ച് ബ്രോട്ട് അബൌട്ട് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബാക്ടീരിയ ലേബിൾഡ് എക്സ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ബാക്ടീരിയയിലെ ജനിതക മെറ്റീരിയലിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ എന്താ ഇൻസുലിൻ കൂട്ടിച്ചേർത്ത ജീൻ ഇവിടേക്ക് നിക്ഷേപിച്ചു അല്ലേ. അതിന് മുൻപ് വരെ ബാക്ടീരിയയ്ക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താണ്? ബാക്ടീരിയ ഹാസ് ഇൻസുലിൻ ജീൻ. ബാക്ടീരിയയ്ക്ക് എന്താണ്? ഒരു എക്സ്ട്രാ ജീൻ കിട്ടി, ഒരു ഇൻസുലിൻ ജീൻ കിട്ടി. ഇനി അടുത്തത് ബാക്കിയുള്ള സ്റ്റെപ്പ് എഴുതാനാണ്. റൈറ്റ് ദ സബ്സീക്വൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. അപ്പോൾ ബാക്ടീരിയൻ്റെ അകത്ത് ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡ് നമ്മൾ നിക്ഷേപിച്ചതിന് ശേഷം ബാക്ടീരിയ നമ്മൾ വളർച്ചാ മാധ്യമത്തിൽ അല്ലെങ്കിൽ ഗ്രോത്ത് മീഡിയത്തിൽ വളർത്തുന്നു. അപ്പോൾ ബാക്ടീരിയ പ്രത്യുൽപാദനം നടത്തും. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് എന്താണ്? ബാക്ടീരിയ കുറേ എണ്ണമായിട്ട് മാറും. ആ എല്ലാ ബാക്ടീരിയകളും പ്രവർത്തന സജ്ജമല്ലാത്ത ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കും. അതിൽ നിന്ന് നമ്മൾ ആക്റ്റീവ് ഇൻസുലിൻ വേർതിരിച്ചെടുക്കും. ഓക്കെ, ബാക്ടീരിയ വളർച്ചാ മാധ്യമത്തിൽ വളർത്തുന്നു. ബാക്ടീരിയ പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ നിന്ന് പ്രവർത്തന സജ്ജമായ ഇൻസുലിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. റെഡി? ഇനി അടുത്തത് ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല, നിങ്ങൾക്കത് കാണാം. ബാക്കി 2 എണ്ണം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. സോ ഇത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള നമ്മൾ പല പല ക്വസ്റ്റ്യൻസിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. എവ്രി വൺ കനോട്ട് റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്. എല്ലാവർക്കും എല്ലാ രക്തഗ്രൂപ്പും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? മാച്ചിങ് അല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ആൻറ്റിബോഡിയും ആൻറ്റിജനും പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട ഉണ്ടാകും. ആൻറ്റിബോഡിയും ആൻറ്റിജനും റിയാക്ട് ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അടുത്തതോ, റെഗുലർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ആ ബോഡി. ആൻറ്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായ ഉപയോഗം ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയുന്നു. കാരണം എന്താണ്? ആൻറ്റിബയോട്ടിക് ഡെസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ടു. നമ്മുടെ ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയനെ നശിപ്പിക്കും. ആ ബാക്ടീരിയകൾ വൈറ്റമിൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ ആ ബാക്ടീരിയകൾ നശിച്ചു കഴിഞ്ഞാൽ വൈറ്റമിനും കുറയും. ലൈക്ക് ദ ബ്ലഡ് ഇറ്റ് സെൽഫ്, ലിംഫ് ഹാസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിഫെൻസ്. നമ്മുടെ രക്തത്തിലെ പോലെ ലിംഫിനും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ലിംഫിനകത്ത് ലിംഫോസൈറ്റുകളുണ്ട്. അത് നമ്മുടെ ലിംഫ് നോഡുകളിലാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് പ്രതിരോധം തരുന്നുണ്ട്. ദെൻ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. വീങ്ങൽ പ്രതികരണം ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ വീങ്ങൽ പ്രതികരണം സംഭവിക്കുമ്പോൾ രക്തലോമികൾ എന്ത് ചെയ്യുന്നു? രക്തലോമികൾ ഇങ്ങനെ
ഗ്യാപ്പ് ഉണ്ടാകും അല്ലേ, അവരെന്താ പറയുക, രക്തലോമികൾ ഡൈലേറ്റ് ചെയ്യും, വികസിക്കും. അപ്പോൾ ആ സ്ഥലത്തേക്ക്, മുറിവുണ്ടായ സ്ഥലത്തേക്ക് കുറേ രക്തകോശങ്ങൾ WBC എത്തും. WBC രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. ഓക്കെ, ഇതിന് മലയാളം മിസ്സേ വെച്ചിട്ടില്ല. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക മിസ്സേ, നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. ഇച്ചിരി പൊങ്ങിപ്പോയോ മിസ്സേ, ഇത് കുറച്ച് താഴ്ത്താട്ടോ. യെസ്, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ സെറ്റല്ലേ? ഓക്കെ. സോ അൺമാച്ച്ഡ് ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ നടന്നിട്ട് രക്തക്കട്ട. ആൻറ്റിബയോട്ടിക്സ് എന്താണ്? യൂസ്ഫുൾ ബാക്ടീരിയനെ നശിപ്പിക്കും. ആ യൂസ്ഫുൾ ബാക്ടീരിയ എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ വൈറ്റമിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലിംഫിൻ്റെ അകത്ത് നമുക്ക് ലിംഫോസൈറ്റുകളുണ്ട്, അത് നമുക്ക് പ്രതിരോധം തരുന്നുണ്ട്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഡൈലേറ്റ് ചെയ്യുകയും അവിടേക്ക് കുറേ WBC എത്തുകയും നമ്മുടെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് മിസ് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ്, പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചൊരു പരിചയക്കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. സോ ഇവിടെ തന്നിരിക്കുന്ന ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നമ്മൾ 3rd ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഇവിടെ ഒരു പോർട്ടൽ വെയിൻ കാണാം, പിന്നെ ആൻറ്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും നിങ്ങൾക്ക് അറിയാം. ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെഷ്യൽ ന്യൂറോ സെക്രട്ടറി സെൽസ് ഇൻ ദ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? ഇതൊരു നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻ ആണ്. ഹൈപ്പോതലാമസിലെ സ്പെഷ്യലൈസ്ഡ് ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ് എന്തുണ്ടാക്കുന്നത്? 2 ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. അതാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. അത് എവിടെ സംഭരിക്കുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെ, പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പോർട്ടൽ വെയിൻ? ഇവിടെയാണ് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ചാൻസ്. പോർട്ടൽ വെയിൻ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ഒരു അവയവത്തിനെ മറ്റൊരു അവയവവുമായിട്ട് കണക്ട് ചെയ്യുന്ന വെയിൻസ് ആണ്. ദേ ഡു നോട്ട് റീച്ച് ടു ദ ഹാർട്ട്. ഹൃദയത്തിലെത്താതെ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് പോവാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഒരു അവയവമാണ്, ഇത് മറ്റൊരു ഗ്ലാൻഡാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതാണ് ഇത്, ഈ പോർട്ടൽ വെയിൻസ്. ഈ പോർട്ടൽ വെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ വെയിൻസ് വഴിയാണ്. ഈ വെയിൻസ് വഴി രക്തത്തിലേക്ക് ഹോർമോൺസ് റിലീസ് ചെയ്യും, അതാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. എക്സ്പ്ലെയിൻ ഹൗ ദ ഹൈപ്പോതലാമസ് ഫങ്ഷൻസ് ആസ് പ്രൈം കൺട്രോളർ ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയെ എങ്ങനെയാണ് ഹൈപ്പോതലാമസ് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിനെ കൺട്രോൾ ചെയ്യും. പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബാണ് മറ്റുള്ള മറ്റുള്ള ഗ്ലാൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. അതായത് TSH, ACTH, ഗുണാനോട്രോപ്പിക് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, സൊമാറ്റോട്രോപ്പിൻ. നമ്മുടെ ശരീരത്തിലെ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കൺട്രോൾ ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോൺസ് ഉണ്ടാക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പറഞ്ഞാലേ പിറ്റ്യൂട്ടറി ബാക്കിയുള്ള ഹോർമോൺസ് ഉണ്ടാക്കുള്ളൂ. ഓക്കെ, അതുവഴി മറ്റുള്ള അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കാൻ പറ്റും. സോ സ്പെഷ്യലൈസ്ഡ് ന്യൂറോ സെക്രട്ടറി സെൽസ് പ്രൊഡ്യൂസ് വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. അതെന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സംഭരിക്കുന്നുണ്ട്. ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീതന്തുക്കൾ 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇത് പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്നു. അടുത്തതോ, പോർട്ടൽ വെയിൻ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ ടു ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. പോർട്ടൽ വെയിൻ വഴിയാണ്, പോർട്ടൽ സിര വഴിയാണ് നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ എത്തുന്നത്. ഇനി ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ വിച്ച് റെഗുലേറ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എങ്ങനെയാണ് ഹൈപ്പോതലാമസ് ഒരു മാസ്റ്റർ ഗ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈം കൺട്രോളർ ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ കൺട്രോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദർ ബൈ കൺട്രോൾ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ ബാക്കിയുള്ള ഗ്ലാൻഡിനെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് പിറ്റ്യൂട്ടറി പറഞ്ഞാലേ ബാക്കിയുള്ള ഹോർമോൺസ് വരുള്ളൂ, ആ ഹോർമോൺസ് വന്നാലേ ബാക്കിയുള്ള ഗ്ലാൻഡ്സ് കൺട്രോൾ ആവുള്ളൂ. പക്ഷെ അത് പിറ്റ്യൂട്ടറി പറയണോ വേണ്ടയോ എന്നുള്ളത് ആര് തീരുമാനിക്കും? ഹൈപ്പോതലാമസ് തീരുമാനിക്കും. നമ്മൾ പറയില്ലേ, ഞാനൊരു വര വരച്ചാൽ അവരവിടെ നിൽക്കും, പക്ഷെ ആ വര വരക്കണമെന്ന് അവർ തീരുമാനിക്കും. അതേപോലെ പിറ്റ്യൂട്ടറി പറഞ്ഞാൽ ബാക്കി എല്ലാവരും കേൾക്കും, പക്ഷേ പിറ്റ്യൂട്ടറി എന്തോ പറയണം എന്നുള്ളത് ഹൈപ്പോതലാമസ് തീരുമാനിക്കും. ഓക്കെ, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോൺ ആണ് ഇൻഹിബിറ്ററി ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു. അതുവഴി മറ്റുള്ള അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കാൻ പറ്റുന്നു. സംഭവം ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷേ ആ പോർട്ടൽ വെയിൻസ് വന്നതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി
നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ പാർട്ട് ദാറ്റ് ഓൾട്ടർ ദ കർവേച്ചർ ഓഫ് ലെൻസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഡയഗ്രാം വരച്ചിട്ട് ആ ഭാഗം ഏതാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ, വക്രത നിയന്ത്രിക്കുന്നത് ആക്ച്വലി 2 ആൾക്കാരുണ്ട്. ഒന്ന് സീലിയറി മസിൽസും രണ്ടാമത്തത് ലിഗമെൻസും. സീലിയറി പേശികളും ലിഗമെൻസും നമ്മളിവിടെ അടയാളപ്പെടുത്തണം. ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദ ബ്രെയിൻ. ഇവിടെ വന്ന് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ഒപ്റ്റിക് നെർവല്ലേ നേത്രനാടി. ദെൻ നെയിം ദ ലിക്വിഡ് ഫൗണ്ട് ഇൻ ദ ചേംബർ മാർക്ഡ് ആസ് എക്സ്. വാട്ട് ഇറ്റ്സ് സ്പെക്യുലാരിറ്റി. ഈ ചേംബർ അക്വസ് ചേംബർ ആണ്. അക്വസ് ചേംബറിലുള്ള ദ്രാവകം അക്വസ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഈ അക്വസ് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്താ? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും ന്യൂട്രിയൻസും, ഓക്കെ, ഓക്സിജനും പോഷകങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. അക്വസ് ഫ്ലൂയിഡ് അല്ലെ അക്വസ് ദ്രവം, കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകങ്ങളും. ഇവിടെ മിസ് പറഞ്ഞില്ലേ നമുക്ക് 2 ആൾക്കാരെ മാർക്ക് ചെയ്യാനുണ്ട്. സോ ഇത് കുറച്ച് താഴ്ത്തി വരച്ചു തരാം കേട്ടോ. കാണുന്നില്ലേ? നമ്മൾ സീലിയറി മസിൽസും അതേപോലെ ലിഗമെൻസും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഓപ്ഷൻ ബി ഒപ്റ്റിക് നെർവ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മളുടെ എന്താണ് ചോദ്യങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. മിസ് പറഞ്ഞതുപോലെ ആ പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുള്ള ആ ഒരു ചോദ്യവും പിന്നെ ആ ഒരു ലാസ്റ്റത്തെ 3 മാർക്സിൻ്റെ സെക്ഷനിൽ ആ ഒരു ചോദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഏകദേശം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ എക്സാം, ഈ ഒരു മോഡൽ എക്സാം? അതേപോലെ ആ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരു എ പാർട്ടിലും നമ്മളുടെ സെക്ഷൻ ബിയിലായാലും സെക്ഷൻ സിയിലും സെക്ഷൻ ഡിയിലൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെൻ്റെ മക്കളെ നെക്സ്റ്റ് എക്സാമിനെങ്കിലും നോക്കുക. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ടഫായി എന്ന് പറഞ്ഞാൽ പേപ്പർ പോയി എന്ന് കരുതരുത്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗം ഉണ്ടായി? കാരണം ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താലും ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ലൈവിൽ ചെയ്തതാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അത് മിസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നമ്മുടെ പബ്ലിക് എക്സാമിന് തകർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് പഠിക്കുക, അതനുസരിച്ച് ഫോളോ ചെയ്യുക. ഇനി വരുന്ന ലൈവുകൾ മിസ്സാകാതിരിക്കുക. ഇനി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മിസ്സാകാതിരിക്കും. ഓക്കെ, സോ പിന്നെ അതേപോലെ തന്നെ +1 നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട. ഇനിയിപ്പോൾ മോഡൽ എക്സാം കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി ടെൻഷനാവണ്ട. ടെൻഷനായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള കാര്യത്തിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ആൻസർ കീ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ മക്കൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.